ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി 2 കോട്ട് ഡിസ്റ്റംബർ അടിച്ചിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച അക്രലിക് ഡിസ്റ്റംബറാണ്. ഇത് 500 സംതിങ് വരും ആമസോണിൽ. 5 kgയുടെ ബോട്ടിലാണ്. അങ്ങനെ ഞാൻ വീണ്ടും ഒരു കോട്ടും കൂടി അടിച്ചു, ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3 കോട്ട് അടിച്ചപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടി. ഇനി നമുക്ക് ഇതിന്മേൽ ലൈറ്റ് ബ്ലൂ കളറ് കൊടുക്കാം. ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഫ്ലാഷ് അക്രലിക് എന്ന് പറഞ്ഞ കളേഴ്സാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു കോട്ട് ബ്ലൂ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫിനിഷിങ് തോന്നിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു കോട്ട് ബ്ലൂവും കൂടി അടിച്ചു കൊടുത്തു. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടി. ഇനി നമുക്കിതിന് കാർട്ടൂൺ പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം. ഞാൻ 2 ഫേമസ് ആയ കാർട്ടൂൺ പിക്ചേഴ്സാണ് വരച്ചു കൊടുക്കുന്നത്. ആദ്യം ജസ്റ്റ് പെൻസിൽ കൊണ്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് നമുക്ക് സ്കെച്ചോ CD മാർക്കറോ എന്തെങ്കിലും ഉപയോഗിച്ച് വീണ്ടും അതിനെ ഒന്ന് ഡാർക്കാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല ഡാർക്കാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പെയിൻറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മിക്കി മൗസിന് കളർ ചെയ്യാം. മിക്കി മൗസിൻ്റെ ഫേസിന് വേണ്ടിയിട്ട് ബേബി പിങ്കും റെഡ് കളറും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു ലൈറ്റ് റെഡിഷ് കളറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഫേസിന് കറക്റ്റായ ഒരു കളർ കിട്ടും. സെയിം മിക്കി മൗസിന് കൊടുത്ത കളേഴ്സാണ് നമ്മൾ ടോമിനും ജെറിക്കും വേണ്ടിയിട്ട് ചില ബോഡി പാർട്സിൽ നമ്മൾ ആ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ടോമിന് വേണ്ടിയിട്ടുള്ള കളറ് മിക്സ് ചെയ്യാം. ബ്ലാക്കും വൈറ്റും ബ്ലൂവും കൂടി മിക്സ് ചെയ്താൽ നമുക്ക് ടോമിൻ്റെ ആ സ്കിൻ കളർ കിട്ടും. അടുത്തത് നമുക്ക് വൈറ്റും ബ്ലൂവും കൂടിയിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിൽ നമുക്ക് കളർ ചെയ്യാം. ലൈറ്റ് ബ്ലൂ ആക്കരുത്, ഒന്നും കൂടി ഡാർക്ക് ആക്കണം. അത് നമുക്ക് വൈറ്റും കൂടി മിക്സ് ആക്കിയാലേ നമുക്ക് ആ ഒരു കളർ കിട്ടുള്ളൂ.
അടുത്തത് നമുക്ക് ജെറിക്ക് വേണ്ട കളേഴ്സ് മിക്സ് ചെയ്യാം. യെല്ലോയും ബ്രൗണും കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ ജെറിയുടെ ആ ഒരു സ്കിൻ കളർ നമുക്ക് കിട്ടും. അങ്ങനെ ഏകദേശം നമ്മുടെ പിക്ചേഴ്സൊക്കെ കംപ്ലീറ്റ് ആയി. നമ്മൾ വൈറ്റ് അടിച്ചതിന് ശേഷം ലൈറ്റ് ബ്ലൂ കോട്ട് അടിച്ചു. അത് അടിച്ചതിന് ശേഷം നമുക്ക് ഈ മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്യാം. പക്ഷെ ഞാനത് മറന്നു. ഇനി ഞാൻ ഇത് പിക്ചേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മെറ്റാലിക് കളേഴ്സ് അതിൻ്റെ മേലെ അടിക്കുന്നത്. അപ്പോൾ നല്ല റിസ്ക്കാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. 1000 സംതിങ് ഉണ്ട്. അത് നമുക്ക് 800 സംതിങ്ങിന് ആമസോണിൽ നിന്ന് കിട്ടും. നമ്മൾ കാർട്ടൂൺ പിക്ചേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു ഫ്ലാഷ് അക്രിലിക്കാണ് ഇതുവരെ യൂസ് ചെയ്തത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച തന്നെയാണ്. 691 രൂപയാണ്. അത് നമുക്ക് 500 സംതിങ്ങിന് കിട്ടും. ഇനി നമുക്ക് പിക്ചേഴ്സിനൊക്കെ ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ കാർട്ടൂണും പിക്ചേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പെയിൻറ്റ് ചെയ്തത്. ഇതിന് ശേഷമാണ് ഞാൻ മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്തത്. എല്ലാ കാർട്ടൂൺ പിക്ചേഴ്സും ഡ്രോ ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യം തന്നെ മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്യണം. ഇതിന് ശേഷം മാത്രമേ നമ്മൾ ടോം ആൻഡ് ജെറിക്കൊക്കെ പെയിൻറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും. ഇത് ഞാൻ മറന്നത് കാരണമാണ് ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അടിച്ചു കൊടുക്കുന്നത്. മെറ്റാലിക് കളേഴ്സ് ഓപ്ഷണലാണ്. വേണ്ടവർക്ക് മാത്രം മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്യാം. അടുത്തത് നമ്മൾ ഇതിൻ്റെ മേലെ ഒരു വാർണിഷ് അടിക്കുകയാണ്. പെട്ടെന്ന് അടർന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ഷൈനിങ്ങിനും വേണ്ടിയിട്ടാണ്. പോറിംഗ് മീഡിയ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് വാർണിഷിനായിട്ട്. ഇത് നല്ലൊരു ഷൈനിങ് ആണ്. നമുക്ക് ഈ ബോട്ടിൽ അടിച്ചാൽ കിട്ടുക. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. 999 സംതിങ് ഉണ്ട് റേറ്റ്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ബോട്ടിൽ ആർട്ട് ട്രൈ ചെയ്യണം. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ദിസ് ഈസ് ബൈ സജ്ന സൈനിങ് ഓഫ്.